പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. നാളെ ഹബീബായ മുത്തുനബിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഭാഗ്യം അല്ലാഹു ഇരിക്കും. എവിടെ ആര് വർത്താനം പറയുന്നത്? ആരെങ്കിലും വർത്തമാനം പറഞ്ഞാൽ ആ താത്ത ആ ചോപ്പ് നോക്കിയിട്ട് മലയാളം നബി നബി എന്തിന്? ആരെങ്കിലും വർത്താനം പറയും ദ്വയിൽപ്പെടൂല. ആരെങ്കിലും ഒരാൾ വർത്താനം പറഞ്ഞാൽ ദ്വയിൽപ്പെടൂല. ദ്വയില്ലാതെ വേറെ മരുന്നില്ല, ദ്വയില്ലാതെ വേറെ മരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം അല്ലാഹു നൽകട്ടെ, സങ്കടങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. ഒരു ഫാത്തിഹ ഒരു സ്വലാത്തുൽ പഠിച്ചൊല്ലി ഒരുപാട് പ്രതിഫലം കിട്ടുന്ന സദസ്സാണ്. ഒത്തിരി ആളുകൾ ഒന്ന് നേരം വിളിച്ച് വന്നിട്ട് മക്കളായത്, ഇപ്പൊ രോഗശിഫയായത്, ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്ന് കുടിച്ചിട്ട് മാറാത്ത ഒരു രോഗം തരാതെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒരാള് ഫോണ് കളിക്കാൻ പൊടൂല, ആരും പൊടൂല, സങ്കടം മാറും കേട്ടോ. അല്ലാഹു ബർക്കത്ത്. ഇൻഷാ അല്ലാഹ് ഒരു ഫാത്തിഹ നമ്മൾ ഓതും. എല്ലാ സങ്കടങ്ങൾ ഉള്ളോണ്ടല്ലോ ഇവിടെ വന്നിരിക്കുന്നു. അറിയോ എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. നമുക്ക് എത്ര ഭാഗ്യമുള്ളവരാ. ഞാനും ഒക്കെ ഇവിടെ ഇങ്ങനെ കസാലത്തിരിക്കുന്നുണ്ട്. കാരണം റഹ്മത്തിന്റെ മാലാകമാര് തട്ടമിട്ട് പുറക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ നേരിട്ടും റഹ്മത്തിന്റെ മാലാകമാര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമല്ലാഹു ആ കൂട്ടത്തിലുള്ള നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഒരു പാട്ട് നമ്മൾ ഓതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സങ്കടങ്ങളെല്ലാം കൂടെ പറയണം. എന്നിട്ട് നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും. മുഅ്മിനിന്റെ അഭയകേന്ദ്രമാണ് മദീന. ആ മദീനയിലേക്ക് നമ്മൾ ഫാത്തിഹ ഓതും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. യാ റബ്ബിനാ വഹബീബിനാ മുസ്തഫാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم قبولك വിഷമങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച എന്തിനാ നമ്മൾ വന്നത്? വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി നാളെ മുതൽ നമ്മളെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. എല്ലാ വിഷമങ്ങളും ഇന്നിപ്പോ രാവിലെ നമ്മളൊരു കാക്ക കാലിനൊക്കെ നീര് വന്ന് ഇവിടെ വരുമ്പോ നടക്കല്ലേ, കാക്കകൾ നടക്കാൻ പറ്റുന്നില്ല. അൽഹംദുലില്ലാ ഇപ്പൊ പോയില്ലേ എല്ലാമാരും എന്താണ് ഇപ്പൊ നടക്കാനൊക്കെ കഴിയില്ലേ? കുഴപ്പമൊന്നുമില്ല. അല്ലാഹു ആഫിയത്തും ആരോഗ്യമുള്ളവരല്ലേ അല്ലേ? പിന്നെ മക്കളില്ലാത്തൊരു ടീം ഓടിപ്പോയ പാലിക്കാര്. അല്ലാഹു മക്കളില്ലാത്തൊരു അതും ചൊല്ലിയോ? ചൊല്ലിയോ? പിന്നെ എല്ലാവർക്കും പോകില്ല. ഒരു ദിവസം ആ പെണ്ണ് എന്റെ മുടിയൊക്കെ കൊഞ്ഞു പോകും. ഇവിടെ എല്ലാവർക്കും പോലൊക്കെ ഒരു മുടി കണ്ട എല്ലാം മുടി കൊഞ്ഞു പോകും. അല്ലാഹു കാക്കട്ടെ. നിങ്ങള് അവിടെ അടിമന്മാരിങ്ങനെ മുടി കെട്ടാൻ പോലെയില്ല. മസ്തിന്റെ കച്ചവടം തുടങ്ങണ്ടേ? മുടി കാണിക്കരുത്. ഇവിടെ നല്ല മുടി ഒരൊറ്റ മുടി പോലും കെട്ടാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇബ്രാഹിമിന്റെ ചരിത്രമുണ്ട്, പറയാൻ സമയമില്ല. അപ്പോ നമ്മൾ സ്വലാത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുത്ത് ഒരൊറ്റ സ്വലാത്തുൽ ഫാത്തിഹ മദീനയിലെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ